ഹായ് ഹലോ നമസ്കാരം. മല്ലു മലയാള കുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കടലക്കറിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കടലക്കറിയാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. ഞാനൊരു കുക്കർ എടുത്ത് അതിലേക്ക് 200 ഗ്രാം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച കടല നമുക്കിട്ട് കൊടുക്കാം. ഇതിലേക്ക് വലിയൊരു സവാള ചെറുതായി കെട്ടിയത് അതിട്ട് കൊടുക്കാം. ഇനി 3 പച്ചമുളക് നീളത്തിൽ കെട്ടിയത് അതിട്ട് കൊടുക്കാം. ഒരു വലിയ തക്കാളി ചെറുതായി കെട്ടിയത് അതിട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മളിതൊന്ന് അടച്ചു വെച്ചിട്ട് 6 വിസിൽ വരുന്ന വരയ്ക്ക് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നിങ്ങൾ എടുക്കുന്ന കുക്കർ അതിൻ്റെ വലിപ്പം അതെല്ലാം വിസിലിൻ്റെ അളവിൽ മാറ്റം വന്നേക്കാം. കടല വേവുന്ന സമയം കൊണ്ട് നമുക്ക് മസാല ഉണ്ടാക്കാം. ഒരു ബൗളിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ഗരം മസാല. മസാല റെഡിയാക്കാനുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനകത്തേക്ക് വെള്ളം കൂടിപ്പോയെന്ന് പറഞ്ഞിട്ട് ടെൻഷൻ ആവേണ്ട കാര്യമില്ല, കുഴപ്പമില്ല. വെള്ളം കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. ഞാനിതവിടെ മസാലയൊക്കെ റെഡിയാക്കി ഒരു ഉണ്ട പിടിച്ച് വെച്ചിട്ടുണ്ട്. ഏകദേശം 6 വിസിൽ കഴിഞ്ഞിട്ടുണ്ട്. പ്രഷറെല്ലാം പോയ ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മളെ കടല ഇതവിടെ നല്ലപോലെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇത്രയും മതി. ഞാൻ ഒരു പാൻ അടുപ്പി വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരട്ടെ. അതിലേക്ക് 3 വറ്റൽമുളക് അതിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പൊട്ടി വരട്ടെ. ഓക്കെ, ഇനി ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്ത് അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 10 വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്ത് അതിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ. അതുവരെയ്ക്കും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിത് ഏകദേശം കളർ മാറി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 10 ചെറിയ ഉള്ളി സ്ലൈസായി കട്ട് ചെയ്ത് അതിട്ട് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറിയ ഉള്ളി ഒന്ന് നല്ലപോലെ ഒന്ന് വാടി വരട്ടെ. ഏകദേശം നമ്മുടെ ചെറിയ ഉള്ളി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഓക്കെ, ഇത്രയും മതിയാവും. ഇനി നമ്മളിതിലേക്ക് ചേർക്കാനുള്ളത് മസാലയാണ്. നമ്മൾ നേരത്തെ മാറ്റി വെച്ച മസാലയാണ്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്ന വരയ്ക്കും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കടല നമുക്കിട്ട് കൊടുക്കാം. ഈ ഒരു ഹൈ ഫ്ലെയിം വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കറി ഒന്ന് കുറുക്കിയെടുക്കാം. ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കടലക്കറിയിൽ തേങ്ങ ചേർക്കാത്തതുകൊണ്ട് രുചിയിൽ ഒട്ടും കുറവില്ല. നല്ല അടിപൊളി കറിയാണിത്. പുട്ട്, ഇടിയപ്പം, ചപ്പാത്തി ഇതിനെല്ലാം നല്ല കോമ്പിനേഷനാണിത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. നമ്മുടെ കറി ഇവിടെ ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള ഈസി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്